നിങ്ങളുടെ ഡാർക്ക് സർക്കിൾ ഏത് തരത്തിലുള്ളതാണ്? എത്ര ഉറങ്ങിയിട്ടും കണ്ണ് താഴെയുള്ള കറുപ്പ് മാറുന്നില്ലേ? ക്രീംസ് ഉപയോഗിച്ചിട്ടും മാറ്റമില്ലേ? കാരണം എല്ലാ ഡാർക്ക് സർക്കിൾസും ഒരുപോലെയല്ല. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡാർക്ക് സർക്കിൾ ആണെന്ന് പറഞ്ഞു തരാം. ആദ്യത്തത് പിഗ്മെന്റഡ് ഡാർക്ക് സർക്കിൾസ് ആണ്. കണ്ണിന് താഴെയുള്ള ചർമ്മത്തില് മെലനിൻ കൂടുതലായ കാരണം തവിട്ട് നിറമോ കറുപ്പ് നിറമോ ആയിരിക്കും. ജെനറ്റിക്സ്, സൂര്യപ്രകാശം, കണ്ണ് തുടരെ ഉരസുന്നതിനാല്, അതേപോലെ അലർജി, ഇതൊക്കെയാണ് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം. രണ്ടാമത്തേത് വാസ്കുലർ ഡാർക്ക് സർക്കിൾസ് ആണ്. ഇവയിൽ കണ്ണ് താഴെയുള്ള ചർമ്മം നേർത്തതായതുകൊണ്ട് ബ്ലഡ് വെസൽസ് കൂടുതൽ വ്യക്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ബ്ലൂ, പർപ്പിൾ അല്ലെങ്കിൽ ചുവപ്പ് കലർന്നതായിരിക്കും. ഉറക്കക്കുറവ്, സ്ട്രെസ്, അലർജി കണ്ടീഷൻസ്, അതേപോലെ നേസൽ കഞ്ചഷൻസ് ഇത് കൂടുതൽ വ്യക്തമാക്കാം. മൂന്നാമത്തേത് സ്ട്രക്ചറൽ ഡാർക്ക് സർക്കിൾസ് ആണ്. ഇവയിൽ നിറമല്ല പ്രശ്നം, കണ്ണിന്റെ താഴെയുള്ള കുഴിയും അതിന്റെ നിഴലും ഇതാണ് ഡാർക്ക് സർക്കിൾസ് ഫോം ചെയ്യുന്നത്. പ്രായാധിക്യവും അതേപോലെ ജെനറ്റിക്സും ആണ് ഇതിന് കാരണം പറയുന്നത്. നാലാമത്തേത് മിക്സഡ് ഡാർക്ക് സർക്കിൾസ് ആണ്. പല ആളുകളിലും ഒരു കാരണം മാത്രമല്ല, വാസ്കുലർ ചേഞ്ചസും പിഗ്മെന്റേഷൻ ചേഞ്ചസും അതിൽ വോളിൻ ലോസും ഒരേപോലെ ഉണ്ടാവാം. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരേ ക്രീം ഉപയോഗിക്കുമ്പോൾ ഒരേപോലെ റിസൾട്ട് കിട്ടാത്തത്. ഏത് തരത്തിലുള്ള ഡാർക്ക് സർക്കിൾസ് ആണ്? അലർജി ഉണ്ടോ? കണ്ണ് തുടർന്ന് ഉരസുന്ന ശീലം ഉണ്ടോ? ഉറക്കം എങ്ങനെയുണ്ട്? അയൺ ഡെഫിഷ്യൻസി ഉണ്ടോ? വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ? അതേപോലെ ബ്ലഡ് വെസൽസ് ആണോ? അതോ പിഗ്മെന്റേഷൻ ആണോ? അതോ ഷാഡോ ആണോ പ്രധാന കാരണം? ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചികിത്സ ആരംഭിക്കാറുള്ളത്. കാരണം യഥാർത്ഥ കാരണം മനസ്സിലാക്കാതെ ക്രീം മാത്രം ഉപയോഗിച്ചുകൊണ്ട് വലിയ ഫലം കിട്ടണമെന്നില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാൻ എന്ത് ചെയ്യണമെന്ന് വിശദമായി പറഞ്ഞുതരാം. ആ വീഡിയോ കാണാനായിട്ട് ഇപ്പോൾ തന്നെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഡാർക്ക് സർക്കിൾ ഏത് തരത്തിലുള്ളതാണെന്ന് കമന്റിൽ പറയും. ഈ വീഡിയോ ഡാർക്ക് സർക്കിൾസ് കാരണം ബുദ്ധിമുട്ട് നിങ്ങളുടെ സുഹൃത്തിനായിട്ട് ഷെയർ ചെയ്യും.